വരാം. ശ്രീ എം കെ ഹരിദാസ്, മറുപടി. ഇവിടെ മറിയക്കുട്ടിയുടെ സമരം പോലും പരാമർശിക്കപ്പെട്ടു കേട്ടോ. നിങ്ങൾ വെറുതെ ഈ ആവശ്യമില്ലാതെ മറിയക്കുട്ടീനെ ഈ ഗവർണറെ ഈ കേരളത്തിലത്തെ പകുതി ജനങ്ങൾക്ക്, പകുതി വരുന്ന പ്രായപൂർത്തിയായവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. കാരണം എന്താ, ജനങ്ങൾക്ക് ആവശ്യപ്രദമായ ബില്ലുകൾ പോലും സൈൻ ചെയ്യാതെ പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പുളവാക്കിയിരുന്ന കാര്യമാണ്. ഇപ്പം എന്തായി, നിങ്ങൾ ആ ഗവർണറെ ഹീറോ ആക്കി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് കുട്ടികളോട് സ്കൂളിൽ നിന്ന് ഈ പിഞ്ച് അഭിവാദ്യങ്ങളെന്ന് പറയേണ്ട അർത്ഥം അറിയില്ല, അഭിവാദ്യങ്ങളെന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കാനും അറിയാത്ത കുട്ടികളെയാണ് നിങ്ങൾ റോഡ് സൈഡിൽ കൊടുന്ന് നിർത്തിയിട്ട് ഒരു സഖാവ് വിളിച്ചു പറഞ്ഞിരുന്നത്. പറയേ അഭിവാദ്യങ്ങൾ എന്ന് പറയേന്ന് പറഞ്ഞത്. ഇപ്പം ഇന്നലെ കോഴിക്കോട് മുട്ടായിത്തെരുവിൽ എന്താ ഉണ്ടായത്? കുഞ്ഞുങ്ങൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേല് കയറുകയാണ്. അദ്ദേഹം കുഞ്ഞുങ്ങളെ എടുക്കുന്നു. ആ ഇല്ലാത്ത ജനങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പുണ്ടായിരുന്ന ഈ ഗവർണറെ ഇന്ന് ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാക്കി മാറ്റി. ഞാൻ ഇവിടെ ഈ വാചാലനാകുന്ന ഈ CPM സഹയാത്രികനോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കരിങ്കൊടി കാണിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി വടിവാളുകൾ തട്ടിമാറ്റിയിട്ട് കോളേജിലേക്ക് പോയിരുന്നൊരു വ്യക്തിയല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൊട്ടിക്കളിയിൽ, തിരുവാതിരക്കളിയിൽ അങ്ങേയറ്റം ഇദ്ദേഹത്തെ പുകഴ്ത്തി പാടുന്നതൊക്കെ കേട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇരട്ടച്ചങ്കനല്ലേ? ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ രണ്ടുപേര് കരിങ്കൊടി കാണിക്കുന്നിടത്ത് ഈ ബസ് നിർത്തിയിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ച് ഇറങ്ങിച്ചെല്ലാൻ ബ്ലഡി റാസ്കൽസ് എന്നൊന്നും വിളിക്കേണ്ട ധൈര്യമുണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്? അപ്പോൾ അത്തരത്തിൽ SFIക്കാർക്ക് വേണ്ടി പോലീസുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തിക്കൊടുത്തു, പൈലറ്റ് കാർ നിർത്തിക്കൊടുത്തു, അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. അവിടെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബ്ലഡി റാസ്കൽസ്, ക്രിമിനൽസ് എന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ ധൈര്യം കാണിച്ച ആ ഗവർണറെ ഇന്ന് ജനങ്ങൾക്ക്, അദ്ദേഹത്തെ വെറുത്തിരുന്ന ജനങ്ങൾക്ക് പോലും പ്രിയപ്പെട്ടവനാക്കി മാറ്റി. ഇനി ഒരു കറുത്ത ബ്രേസിയർ കൊണ്ട് ഈ പ്രതിഷേധം തന്റെ ഈ കേരളത്തിലെ 10,000കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ച 84-കാരിയെ കരിവാരി തേച്ചുകൊണ്ടാണ് താങ്കൾ ഇത്രയധികം കേരളത്തിലെ ജനങ്ങളെ എല്ലാരെയും പിടിക്കരുത്. എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നില്ല സുഹൃത്തെ, എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നില്ല. പക്ഷെ ഇപ്പൊ വേണ്ടപ്പെട്ട ആളായിട്ട് തോന്നുന്നു. കാരണം നിങ്ങൾ പറയുന്നത് എന്താ, കാവ്യവൽക്കരണം കൊണ്ടുവരുന്നു. ഇവിടെ എല്ലായിടത്തും നിങ്ങൾ ചുവപ്പുവൽക്കരണം നടത്തുമ്പോൾ അദ്ദേഹത്തെ ഗവർണറാക്കിയവർക്ക് വേണ്ടി അദ്ദേഹം കാവ്യവൽക്കരണം ചെയ്തോട്ടെ. ആര് ഞാനാ? അത് ഞാൻ ആലോചിച്ചോണ്ട് ഞാൻ തീരുമാനിച്ചോണ്ട്. മറിയക്കുട്ടിയുടെ സമരത്തിന്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചുവല്ലോ, അത് തുടരുക. അൻവറാണ് ഇവിടെ ഈ മറിയക്കുട്ടിയുടെ സമരം എടുത്തിട്ടത്. ഈ മറിയക്കുട്ടീനെ ഹീറോ ആക്കിയില്ലേ? 5 സെന്റ് ഭൂമി ഇല്ലാത്തവർക്ക് 1.5 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പാർട്ടി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കുകയും അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തിരുത്ത് കൊടുക്കേണ്ടി വന്ന ഇവർ തന്നെ നാളെ പറയും, ബ്രേസിയർ ഉയർത്തിക്കാണിച്ച മറിയക്കുട്ടിയെ ഞങ്ങളുടെ ചാനൽ ചർച്ചയിൽ ഒരു മഹാനിരുന്ന് വിമർശിച്ചത് തെറ്റായിരുന്നു. അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. എന്താ, ബ്രേസിയർ നിരോധിത വസ്തുവൊന്നുമല്ല. അവരത് കാണിച്ചുവെങ്കിൽ അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം പൗരപ്രമുഖരെന്നും സാധാരണക്കാരെന്നും പറഞ്ഞ് വിവേചനം ഉണ്ടാക്കിയ 5 പൈസയ്ക്ക് ഉപകാരമില്ലാത്തൊരു നവകേരള യാത്ര താങ്കളിവിടെ, ഞാൻ UDFകാരനൊന്നുമല്ല, ഞാൻ BJPക്കാരനുമല്ല. എങ്കിൽ പോലും പറയട്ടെ, ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ സുഹൃത്തെ 3822 കോടി രൂപയുണ്ടായിരുന്നു ഇവിടുത്തെ ഖജനാവില്. ഇന്ന് ഈ ഖജനാവിന്റെ അവസ്ഥ എന്താ? ഒരു ചീഫ് സെക്രട്ടറി പരമോന്നത നീതിപീഠത്തിൽ വന്നിട്ട് കാല് പിടിച്ച് കരയാണ്, 5 പൈസ ഞങ്ങളുടെ കയ്യിൽ. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാനിന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ടു തുടങ്ങിയത് ആ പോയിന്റ് വെച്ചാണ്.